കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റെജി അവിടെ ഒരു അസ്ഥികൂടം കാണുന്നു. അതിന്റെ തല മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത ചെളിക്കുടിയിൽ നിന്നും കയറി വന്നയാളെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൺകുട്ടി ഷൂട്ട് ചെയ്തിരുന്നല്ലോ. ആ ഡെഡ് ബോഡി ഫോറൻസിക് എത്തി പരിശോധിക്കുന്നുണ്ട്. ആ ഡെഡ് ബോഡിയിൽ നിന്നും കിട്ടുന്ന പേഴ്സിലെ ഫോട്ടോ കണ്ട അവർ ഞെട്ടിത്തരിക്കും. അത് റെജിയുടെ ആയിരുന്നു. ആ മരിച്ചു കിടന്നയാൾ വേറെ ആരുമായിരുന്നില്ല, അത് റെജിയാണ്. എന്നാൽ ആ കോളേജ് കുട്ടികളുമായി തല്ലുകൂടുന്നതിനിടയിൽ റെജി തന്നെയായിരുന്നല്ലോ ആ ഡെഡ് ബോഡി ആദ്യം കണ്ടതും. ഈ കാര്യങ്ങൾ കോൺസ്റ്റബിൾ അശോകനോട് വിളിച്ചു പറയുമ്പോൾ അത് എങ്ങനെ ശരിയാകും? അവനല്ലേ ആ ഡെഡ് ബോഡി ആദ്യം കണ്ടത്, പിന്നെ അതെങ്ങനെ അവന്റെ ഡെഡ് ബോഡി ആകുമെന്നാണ് അശോകൻ ചോദിക്കുന്നത്. ഇത് റെജിയുടെ ഡെഡ് ബോഡി തന്നെയാണെന്ന് അവിടെയുള്ള പോലീസുകാർ കൺഫേം ചെയ്യും. ഇതുകൂടിയാകുമ്പോൾ അശോകനും ആനന്ദും ഒന്നും മനസ്സിലാകാതെ ആകെ കുഴപ്പത്തിലാകുന്നു. ഈ സമയത്ത് റെജി ഒരു ചെളിക്കുടിയിൽ വീണ് നിലവിളിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. ഉടനെ ആനന്ദും അശോകനും ഓടിയെത്തി റെജിയെ രക്ഷിക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ ശ്രമത്തിനിടെ റെജിയുടെ കൈ മുറിഞ്ഞ് രക്തം നിലത്ത് വീഴുകയും ഉടനെ തന്നെ അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കുകയും ഒരു വലിയ ശബ്ദം കേൾക്കാനും തുടങ്ങുന്നു. അശോകൻ ഉടനെ ഗണ്ണെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുകയും ഉടനെ കണ്ണു തുറന്നു നോക്കുന്ന ആനന്ദ് അവൻ മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കും. പ്രസന്റ് ടൈമിൽ നിന്നും ആനന്ദ് 1940 കാലഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മൂവി